അസ്സാം വലൈക്കും വറഹമത്തുള്ള. മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേരിൽ നമ്മൾ ഒരു സീരീസ് ഇങ്ങനെ ചെയ്യായിരുന്നു. അപ്പോൾ അതിൽ നാസ്തികരായ അല്ലെങ്കിൽ മതവിരോധികളായിട്ടുള്ള ആളുകൾ അവർ നിരന്തരം അവരുടെ വീഡിയോകളിലെല്ലാം ഒരുപാട് നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യാൻ പോയപ്പോൾ എ ജബ്ബാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിച്ച് പതിറ്റാണ്ടുകളായി അതുമാത്രം ആയി മുന്നോട്ട് പോയ എ ജബ്ബാർ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും വീഡിയോകളിലൊക്കെ ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒബ്വിയസ് ആണ്. അപ്പോൾ ആ നിലക്ക് നമ്മൾ നുണകൾ പരിശോധിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു ഡിസ്ക്ലെയിമർ കാണുന്നത്. അത് കണ്ടപ്പോൾ ഞങ്ങളാകെ ഒരു പിന്നെ സംഖ്യയിൽ നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ആ ഡിസ്ക്ലെയിമർ കണ്ടപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതിസന്ധി. കാരണം ആ ഡിസ്ക്ലെയിമർ നമുക്ക് ആദ്യം ഒന്ന് കണ്ടുനോക്കാം, എന്നിട്ട് അതിനുശേഷം നമുക്കത് ഡിസ്കസ് ചെയ്യാം. എൻ്റെ ചില ഖുർആൻ ക്ലാസ്സുകളിൽ ചില അബദ്ധങ്ങൾ ഞാൻ ബോധപൂർവം വരുത്തി വെച്ചിട്ടുണ്ട്. അത് ഉസ്താദുമാരെ അത് കണ്ടെത്തിയാൽ അവരതിൽ പിടിക്കുമെന്നും അതുമായിട്ട് അവർ മറുപടിയുമായിട്ട് രംഗത്ത് വരുമെന്നും അപ്പോൾ അതിനെക്കുറിച്ച് ബാക്കി പറയാമെന്നും വിചാരിച്ചിട്ട് അവർക്ക് കൊത്താനുള്ള ഒരു ഇര എന്ന നിലക്കാണ് ഞാൻ ഈ അബദ്ധങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ജബ്ബാർ ക്ലാസ്സുകളിൽ എന്തുണ്ട്, കുറെ അബദ്ധങ്ങൾ ബോധപൂർവം വരുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനിപ്പം നമ്മളിനി ഓരോ കാര്യങ്ങൾ പിടിച്ച് അത് നുണയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ സീരീസിൽ പിന്നെ അടുത്ത നുണ എന്ന് പറഞ്ഞിട്ടാൽ അതിലൊരു ശരിക്കും എന്റെ കളവായിരുന്നില്ല, അതെന്താണ് ഇരയായിരുന്നു, അത് നിങ്ങൾ കൊത്തി, അത് ഞാൻ ബോധപൂർവ്വം നടത്തിയ അബദ്ധാണെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര തന്ത്രശാലിയാണ് മാഷ്. ഈ പ്രായത്തിലും ഒരുപാട് ഉസ്താദന്മാരെ ട്രാപ്പിൽ നമ്മൾ ശരിക്കും ഒരുപാട് ട്രാപ്പിൽ വീണു, ഇത് കണ്ടില്ല. മൂപ്പര് പറയുമ്പോ അത്രയും ആളുകൾ അങ്ങനെ വശീകരിച്ചു കൊണ്ടുവന്ന് മൂപ്പരുടെ ഒരു ഇരയാക്കി മാറ്റാനുള്ള ഒരു നമ്മള് ചെറിയ കുട്ടികളൊക്കെ പറയല്ലോ, അത് ഞാൻ ബോധപൂർവ്വം അങ്ങനെ ചെയ്താണ്, ഈ കുട്ടിയെ നോക്കാൻ വേണ്ടി തോൽക്കാൻ വേണ്ടി കളിച്ച കളിയാണിത്, അടുത്ത കളി നന്നായി കളിക്കുന്നത് പറയുന്നത് പോലെ നിനക്കറിയാൻ വേണ്ടി അതെ. അപ്പൊ ഇങ്ങനെയാണ്. അപ്പോ ഞങ്ങൾ ചോദിക്കുന്നത് പിന്നെ പ്രേക്ഷകരായിട്ടുള്ള ആളുകളോട് കൂടിയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇനി ജബ്ബാറിന്റെ കുറെ കുറെ നുണകൾ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾ പുറത്ത് വിടണോ? അപ്പൊ ഓരോന്ന് വിട്ടാലും മൂപ്പര് ചിലപ്പോൾ ഇതായിരിക്കും പറയാ. ഇത് മൂപ്പര് നുണയിൽ ഇത്ര മുന്നിൽ പോകാനുള്ള ഒരു കാരണം ഇതായിരിക്കും ചിലപ്പോ. കാരണം ബാക്കിയുള്ളവർ പറയുന്നതിനൊക്കെ നുണ പറയാനുള്ള കാരണം ഇതൊക്കെ തന്ത്രങ്ങളാണ്, ഇതൊക്കെ ഇരകളാണ്. ഏത് പിടിച്ചാലും അത് തന്ത്രമാണെന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. എത്ര ഇരയുണ്ടെന്ന് ആദ്യം ഒന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലേ അതിനനുസരിച്ച് വീഡിയോ കണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി അങ്ങോട്ടെങ്കിലും മാഷോട് എന്ത് ചെയ്യാ പറയാം, ഏതൊക്കെയാണ് ആ തന്ത്രങ്ങൾ എന്ന് മാർക്ക് ചെയ്ത് തന്നാൽ ബാക്കി നമുക്ക് പിടിക്കാം. അപ്പൊ ഏതൊക്കെയാണ് അതുകൊണ്ട് എ ജബ്ബാറിന്റെ കുറച്ച് നുണകൾ ആണ് നമ്മൾ പുറത്തു വിട്ടുള്ളത്. ബാക്കി വിടാത്തതിന്റെ കാരണം ഇത് ഇപ്പൊ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കാരണം ഇതാണ്. ഏതൊക്കെയാണ് തന്ത്രങ്ങൾ, ഏതൊക്കെയാണ് കളവുകൾ, ഇതൊന്ന് പിന്നെ വേർതിരിച്ച് തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബാക്കി കളവുകളുടെ സീരീസിൽ അദ്ദേഹത്തിൻ്റെതായ നുണകൾ കൊണ്ടുവരാം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ ഏറ്റവും വേറൊന്നുണ്ട്, പിന്നെ ഇതിൽ നമ്മളാകെ പ്രതിസന്ധിയിലാണ്. കാരണം എന്താ വെച്ചാൽ ഒരാൾ പറഞ്ഞു ഞങ്ങൾ കുറെ നുണകൾ പറയും എന്ന് ഓൾറെഡി പറഞ്ഞു, ഇരകൾ. വേറൊരാൾ പറഞ്ഞത് വെച്ചാൽ ആരിഫ് ഹുസൈൻ പറഞ്ഞത് വെച്ചാൽ ഞാൻ എന്തായാലും ഇനി നുണയെ പറയാൻ പോകുന്നത്, നമ്മളിനി എടുത്ത് വീശുള്ളൂ, ബാക്കി നിങ്ങളെ പാടായി നുണയൊക്കെ നമ്മൾ ഇനി ചറവറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ നമ്മൾ നടത്താൻ പോകുന്നില്ല. ഞാൻ എന്തായാലും നുണയെ പറയുള്ളൂ, നുണയെന്ന് ചേർത്ത്. അപ്പോൾ നുണയെ പറയുള്ളൂ, അത് ഞാൻ വെരിഫൈ ചെയ്യാനൊന്നും പോകുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ വെരിഫൈ ചെയ്തിട്ട് അത് നുണയാണെന്ന് പറയണം, ഞാൻ മാപ്പ് പറഞ്ഞോളാം, അത് അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പൊ അത് വേറൊരു ഡിസ്ക്ലെയിമർ. അപ്പോൾ ഇത് മൊത്തത്തിൽ എല്ലാവരും നുണ പറയുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളാകെ പ്രതിസന്ധിയിലാണ്. ഇനി നമ്മൾ എന്ത് കളവ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല, കാരണം ഓൾറെഡി കളവ് പറയും, അബദ്ധങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അതിലുള്ളത്. അപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇവരുടെ ഇത്തരം ക്ലാസ്സുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ അതിൽ പൊതുവായിട്ട് കാണുന്ന ഒന്ന് ഇതുപോലെയുള്ള ഒരുപാട് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള നുണകൾ പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഓരോന്നായി മനസ്സിലാക്കുന്നത് ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പറയുന്നത്, കളിയാക്കലുകൾ മാറ്റി വെച്ചാൽ ഇവര് നുണ പറയുന്നു എന്നുള്ളത് ഇവർക്ക് തന്നെ അൺകൺട്രോളബിൾ ആകുമ്പോൾ ഈ നുണ എന്നുള്ള സാധനത്തെ ബാക്കിയുള്ളവർ വളരെ എക്സ്പ്ലിസിറ്റ്. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ റീച്ചുള്ള ചാനലാണ്, തീരെ റീച്ചില്ലാത്ത എത്രയോ ചാനലുകൾ നൂറുകണക്കിന് നുണകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് നുണകൾ എക്സ്പ്ലിസിറ്റ്ലി പുറത്തിട്ട വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള വിശ്വാസികളുടെ ചാനലുകളുണ്ട്. അവർക്ക് അവരുടെ പല കാരണങ്ങൾ കൊണ്ട് റീച്ച് കിട്ടായിട്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയും നുണകൾ പറഞ്ഞിട്ട് നുണകൾ അത്രയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ആൾക്കാർ പിടിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അത് പറഞ്ഞാൽ ഇവർക്ക് വേറെ വഴിയില്ല. കാരണം നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഇവരുടെ ഉപജീവനം അതാണ്. ഇത് പല നിലക്ക് ഇവർക്ക് സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും നിലനിൽപ്പിന് ഇത് അനിവാര്യമാണ്. അപ്പോൾ നുണ പറയാത്തവർക്ക് നിലനിൽക്കുക എന്നുള്ളത് പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ചില സമയങ്ങളിൽ ഇവർ വായിക്കുന്ന സോഴ്സ് ഇവർ അപ്പോൾ നേരെ ഖുർആൻ തഫ്സീർ എന്ന് വായിക്കായിരിക്കുമല്ലോ, ചിലപ്പോൾ വേറെ എവിടെ നിന്നൊക്കെ വിമർശനത്തിന് വേണ്ടി വായിക്കായിരിക്കും. അവിടുന്ന് ഇവർക്ക് കിട്ടുന്ന സാധനങ്ങൾ എന്തായാലും നുണയാണെന്ന് ഇവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. സോ ഇവർക്ക് കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഡിസ്ക്ലെയിമർ കൂടിയേ തീരുള്ളൂ. ഇപ്പോൾ ആരിഫ് ഹുസൈനൊക്കെ സർക്കാസ്റ്റിക് ആവാൻ നിർബന്ധിതനാവാണ്. കാരണം മൂപ്പർക്ക് നുണ എന്തായാലും ഇനി പറയേണ്ടത് നമുക്ക് അറിയാം. ഒരു ലൈവ് വെച്ചാൽ ഒരു 10 നുണയിലുണ്ടാവും. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പോൾ മൂപ്പർക്ക് ഈ സാധനം പറയാതെ നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ജബ്ബാർ മാഷ് അങ്ങനെ ഇരുന്ന് കോൺഫിഡൻസിൽ ഇരയാണെന്നൊക്കെ പറയുകയാണെങ്കിലും പെട്ടും അപ്പോൾ ആകെ ഇല്ലാണ്ട്. അതിൽ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അതായത് നമ്മളിങ്ങനെ
പിന്നാലെ കൂടി പിടിക്കാത്ത, നേരത്തെ പറഞ്ഞ പോലെ കുറെ ആളുകൾ അത് ചെയ്തിരുന്നു, പക്ഷെ പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അതിന്റെ പിന്നാലെ പോയി ഓരോ നുണയും പിടിക്കുന്ന ഒരു അവസ്ഥ ഇല്ലേ. അപ്പൊ ഒരു ഭയങ്കര ലൂസ് ടോക്ക് കുറെ നടത്തി. കാരണം എന്താ വെച്ചാൽ തോന്നുന്ന നുണകളെല്ലാം പറഞ്ഞ് അബദ്ധങ്ങളും എല്ലാം വരുത്തി ആരും പിടിക്കാൻ ഉണ്ടാകില്ല എന്ന ഒരു കോൺഫിഡൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ പെട്ട് അതിന് ഡിസ്ക്ലൈമർ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. ബിമാക്കാനും എന്നാണ് ഹാബിച്വൽ ലയേഴ്സ് എന്നാണ്. നിരന്തരം കളവ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് ശീലമായി പോയി. പിന്നെ അങ്ങോട്ട് മാറ്റാൻ കളവ് പറയൽ മാറ്റലല്ല അവർ കാണുന്ന പരിഹാരം. ഞങ്ങൾ പറയുന്നതിൽ കളവ് ഉണ്ടാവുമെന്ന മുൻകൂർ ജാമ്യം എടുക്കൽ മാത്രമാണ് അവർക്കുള്ള പരിഹാരം. ഇത് നിർത്തൽ ഒരിക്കലും അവർക്ക് സാധിക്കുന്നില്ല. കളവ് പിടിച്ചോളൂ, ഞങ്ങൾ തിരുത്തിക്കോളാം, ഇതാണ് ഇപ്പോഴത്തെ. അപ്പോൾ ഇവരൊക്കെ ഒന്ന് വിശ്വസിച്ചിട്ട് ഒരു ലോകവീക്ഷണൊക്കെ രൂപപ്പെടുത്തുന്ന ആളുകളെ കുറിച്ചാണ് എനിക്ക് വലിയത്. അപ്പോൾ ഇവരിൽ ഡിപ്പെൻഡ് ആകുന്ന ആളുകൾ മാത്രമല്ല ഇതിൽ ഇങ്ങനെ ഉള്ള ഒരുപാട് നുണകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ പൊതുവിൽ ഇവരുടെ വിമർശനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാവുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവർ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്താണ് പിന്നെ ദൈവികമായി വഹി മുഖേന വന്നിട്ടുള്ളത്, അതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദിവ്യ പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. അതെന്താണ് എന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണോ എന്നോ ഒരു അല്ലെങ്കിൽ ഒരു വേർതിരിവില്ലാതെയാണ് ഇവർ പൊതുവെ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഇവരുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ അത് വളരെ എക്സ്പ്ലിസിറ്റ് ആണ്. നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ഒരു ഖുർആൻ ആയത്ത്, ആ ആയത്തിനെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സബബു നുസൂൽ നമ്മൾ പരിശോധിക്കണം, അതിൻ്റെ തഫ്സീറുകൾ പരിശോധിക്കണം. യാതൊരു സംശയമില്ല, തഫ്സീറുകൾ ആധാരമാക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ തഫ്സീർ എന്താണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ആയത്ത് ഇറങ്ങുമ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ളത് സ്വഹീഹായ രൂപത്തിൽ നമുക്ക് വരുന്നത്. അത് കമ്പൈൽ ചെയ്ത വർക്ക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ തഫ്സീറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വഹീഹായി വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സീറകൾ, റസൂലിൻ്റെ ജീവിതം, അത് നമ്മൾ മനസ്സിലാക്കും. സീറ പഠിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ സാഹചര്യവും കാര്യങ്ങളൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കുക. എന്നാൽ അതേ സമയത്ത് ഈ സീറകൾ അത് ഗ്രേറ്റ് വർക്കാണ്, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ തഫ്സീറുകൾ ഗ്രേറ്റ് വർക്കാണ്, അത്രയും വലിയ ഒരു എഫേർട്ട് ഇട്ടുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് ഈ തഫ്സീറുകൾ എഴുതുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ സീറകൾ എഴുതുന്ന ആളുകൾക്കോ യാതൊരു തരത്തിലുള്ള അബദ്ധങ്ങൾ വരില്ല. അവർ ഉദ്ധരിക്കുന്നതിൽ ഒരു ലഈഫായ ഹദീസ് പോലും ഉണ്ടാവില്ല എന്നൊന്നും അതിനെ മാത്രമല്ല ഈ തഫ്സീറൊക്കെ എഴുതുമ്പോൾ എസ്പെഷ്യലി അവർ അവരുടെ ഒരു നോട്ട് കൂടെ ചിലതിലൊക്കെ ആഡ് ചെയ്യും. സ്വഹീഹ ഹദീസ് ചേർത്ത് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി ആയത്തിന്റെ വാക്കുകൾ കൂടെ സ്വീകരിച്ചതിന് ശേഷം അവർ അവരുടേതായിട്ടൊരു അഭിപ്രായം കൂടെ അതിൽ പറയും. ആ അഭിപ്രായങ്ങളൊക്കെ പ്യൂർലി അവരുടേതാണ്, അതിലൊരുപാട് ശരികളുണ്ട്. ഒപ്പം തന്നെ ഇസ്ലാമിന്റെ വീക്ഷണപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ദൈവികമായ കണക്ഷനുള്ള വേറൊരാളില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഇവർക്കൊന്നും ദൈവിക കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവരൊക്കെ ഗ്രേറ്റ് എഫേർട്ട് ഇടുന്ന ആളുകളാണ്. ഇവർക്ക് അല്ലാഹുവിൽ ഒരുപാട് പ്രതിഫലം കൊടുക്കുന്നതാണ് നമ്മൾ വിശ്വാസം. ഒപ്പം തന്നെ അവർക്ക് ആ മാനുഷികമായ അബദ്ധങ്ങൾ വരാനുള്ള സാധ്യതയെ കാണുകയും അവർക്കങ്ങനത്തെ അബദ്ധങ്ങൾ വരും വേണം. അവർക്കങ്ങനത്തെ അബദ്ധങ്ങൾ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും പ്രവാചകൻ എന്ന് പറയുന്ന തെറ്റ് വരാത്ത മനുഷ്യന്റെ പ്രാധാന്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ തഫ്സീറുകൾ എന്ന കാര്യത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നത്. അതെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കണം. ഇതിപ്പോ പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും അപ്പൊ തഫ്സീർ വേണ്ടെന്നാണ്. അല്ല, തഫ്സീർ വേണമെന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ അതേ സമയത്ത് അതിന് ഇറ്റ് ഷുഡ് ബി ബാക്ക്ഡ് ബൈ സ്വഹീഹായ ഹദീസുകൾ. കാരണം വെച്ചാൽ കമ്പൈലേഷൻസ് ആണ് ഈ തഫ്സീറുകൾ എന്ന് പറഞ്ഞാൽ. ഈ മുഫസ്സിരീങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അന്ന് നിലനിന്ന നറേഷൻസ് എല്ലാം അവർ കമ്പൈൽ ചെയ്തു എന്നുള്ളതാണ്. അവര് അത് സ്വഹീഹാണോ ലൈഫാണോ എന്നുള്ളത് അളന്നു മുറിച്ച് അതിനുള്ള പണിക്ക് നിന്നിട്ടില്ല. കാരണം അതിന് നിൽക്കണമെങ്കിൽ അതിനായിട്ട് തന്നെ ഒരു ജീവിതകാലം മുഴുവൻ മാറ്റിക്കേണ്ടി വരും. അപ്പോൾ അത് ചെയ്ത വേറെ ആളുകളുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു അൽബാനി റഹിമുള്ള സ്വഹീഹ് സീറത്തു നബവിയ്യ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള സീറയിൽ നിന്നുള്ള ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള നറേഷൻസ് എന്ന് പേരിട്ടുകൊണ്ട് തന്നെ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് മറ്റുള്ള പണ്ഡിതന്മാർ ചെയ്യുന്ന പണികളാണ്. ഇവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ പറയുന്ന ജബ്ബാറും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു തഫ്സീർ എടുത്തിട്ട് അതിന്റെ സനദോ മറ്റിനോ ഒന്നും നോക്കാതെ നേരെ അതിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് കൊണ്ടുപോകുന്നത് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇതിലിപ്പോ പറഞ്ഞല്ലോ എല്ലാ നറേഷൻസും കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു. ആ നറേഷൻസ് ജസ്റ്റ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല അതിന്റെ സനദുകൾ അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നറേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമല്ല അത് ഒതന്റിക് ആണോ എന്നുള്ളത് നോക്കാനുള്ള ടൂൾ അടക്കം അവിടെ വെച്ചുകൊണ്ടാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ തഫ്സീറുകളുടെ സീറകളുടെ പ്രസക്തി എന്ന് പറയുന്നത്. അല്ലാതെ ജസ്റ്റ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള എല്ലാ റിപ്പോർട്ടുകളും കമ്പയർ ചെയ്യാന്ന് മാത്രമല്ല അത് ഇന്നയാളോട് പറഞ്ഞു ഇതെല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഈ വർക്ക് നടത്തുന്നത്, അതായത് ഒതന്റിസിറ്റി ഒരു വെരിഫൈ ചെയ്യുന്ന ഒരു വർക്ക് ചെയ്യുമ്പോൾ അവിടെ ആ ടൂൾ വളരെ ക്ലിയർ ആണ്. അപ്പൊ ഇന്ന് എ എന്ന് പറഞ്ഞാൽ ബി എന്നാളോട് പറഞ്ഞു, ബി എന്നാൾ സി എന്നാളോട് പറഞ്ഞു. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാണ് ബി എന്ന് പറഞ്ഞാളെ വിശ്വസിക്കാൻ കൊള്ളില്ല.
അയാൾ കളവ് പറയുന്ന ആളാണ്, അല്ലെങ്കിൽ അയാൾ ഈ കാലഘട്ടത്തിൽ പിന്നെ മുർസലായിട്ടുള്ള ഹദീസ് നോക്കുക, ഈ കാലഘട്ടം യോജിക്കുന്നില്ല, കണ്ണിമുറിയാണ്, ഇങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ആ ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് നമുക്കത് എടുക്കാൻ സാധ്യമല്ല. ഇങ്ങനെ ആ ടൂളടക്കം യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലിറ്ററേച്ചറുകളിൽ ഉണ്ട്. വളരെ വ്യക്തമാണ്. നമ്മൾ തഫ്സീറുകളാണെങ്കിലും സീറകളാണെങ്കിലും അതിനെ ഇസ്ലാമിക പ്രമാണങ്ങൾ വായിക്കുമ്പോൾ അതിനെ കൂട്ടി വായിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒപ്പം തന്നെ ഇസ്ലാമിന്റെ പ്രമാണം വരുന്നതിന്റെ രീതി ആക്ച്വലി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശരിക്ക് വേറെ ഏത് ചരിത്രങ്ങളാണെങ്കിലും ഒരു ഇസ്ലാമിന് ശേഷമുള്ള ലോക ചരിത്രമാണെങ്കിലും ആ ചരിത്രങ്ങൾ എഴുതപ്പെട്ടതിനേക്കാൾ മനോഹരമായിട്ടാണ് ഇസ്ലാമിക ചരിത്രം എഴുതിയത്. അത്രയും ഒതന്റിക് ആയിട്ടാണ്. നമ്മൾ ഹിസ്റ്റോറിക്കലി, സോഷ്യോളജിക്കലി, ആന്ത്രപ്പോളജിക്കലി നോക്കുകയാണെങ്കിൽ അത്രയും മനോഹരമായിട്ടാണ് അതിൻ്റെ ഒരു കിടപ്പ് കിടക്കുന്നത്. കാരണം ഒരു ചരിത്രത്തിൽ നമുക്ക് ഈ തരത്തിൽ പല പല കാറ്റഗറികളാണ് പറ്റില്ല. ഇപ്പോൾ ഹദീസ് മാത്രം എടുക്കുകയാണെങ്കിൽ സ്വഹീഹ് ഉണ്ട്, ദഈഫ് ഉണ്ട്, മൗദൂ ഉണ്ട്, ഹസൻ ഉണ്ട്. ഇതൊക്കെ ഓരോ കാറ്റഗറീസ് ആണ്. ഇതിപ്പോൾ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വളരെ ദുർബലമെന്ന് നമ്മൾ ഇസ്ലാമിക പ്രമാണം കൊണ്ട് വായിക്കുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ വളരെയധികം എന്താ പറയുക ഹിസ്റ്റോറിക്കലി നമ്മൾ വേറെ വിഷയങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ടാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ആക്ച്വലി ഇതിനെ പടച്ചോൻ പ്രിസേർവ് ചെയ്യും, ഇതിനെ എന്താ പറയുക നിലനിർത്തുന്നുള്ളതിൻ്റെ ഒരു ദൈവികമായ തെളിവ് കൂടിയാണ്. അപ്പോൾ തന്നെ സീറ മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹദീസ് സീറ അത് രണ്ടാണെന്ന് മനസ്സിലാക്കണം. സീറ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ചരിത്രം, ഹദീസ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഒതന്റിക്കായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവർത്തികൾ, മൗനാനുവാദങ്ങൾ, ഇതൊക്കെ പ്രവാചകന്റെ അനുചരന്മാരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഡയറക്ട്ലി പ്രവാചകനുമായി മാത്രം ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. സീറ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ജീവിക്കുന്ന ടോട്ടൽ പ്ലോട്ടിനെ പറ്റിയിട്ടുള്ള ചരിത്രമാണ്. അപ്പോൾ ഈ ടോട്ടൽ പ്ലോട്ടിനെ പറ്റിയുള്ള ചരിത്രങ്ങളിൽ സ്വാഭാവികമായിട്ടും പ്രവാചകനുമായി വ്യക്തിപരമായി ബന്ധപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷനുകൾ വരും. പ്രവാചകനുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് ആളുകളിൽ നിന്ന് മാത്രമായിരിക്കില്ല അതിൻ്റെ വരവ്, കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്തിട്ട് ആ വരവ് വരും. ഈ ആളുകളിൽ നിന്നൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻഫർമേഷൻ കുറച്ചും കൂടെ വലുതാണ്. എന്നാൽ തന്നെ മറ്റേത് ചരിത്രങ്ങൾ സ്വീകരിക്കുന്നതിനേക്കാൾ സൂക്ഷ്മമായിട്ടായിരിക്കും സീറ പണ്ഡിതന്മാർ ഇത് സ്വീകരിച്ചിട്ടുള്ളത്. അത്രയും സൂക്ഷ്മമായിട്ട് സ്വീകരിച്ചിട്ടാണ് ഈ ടോട്ടൽ ചരിത്രം എന്ന് പറയുന്ന കാര്യം രേഖപ്പെടുത്തുന്നത്. അപ്പോഴും ഇസ്ലാമിക പ്രമാണത്തിൻ്റെ സൂക്ഷ്മത കൊണ്ട് നമ്മൾ പറയാണ് അത്ര സൂക്ഷ്മതയിൽ സ്വീകരിച്ചതാണെങ്കിൽ പോലും അതിലും അബദ്ധങ്ങൾ ഉണ്ടാവാം. അത് സ്വഹീഹ് ഹദീസിന്റെ താഴെയാണ് നിൽക്കുന്നത്. സ്വഹീഹ് ഹദീസ് അതിനേക്കാൾ സ്ട്രിക്റ്റായി, വളരെ സ്ട്രിക്റ്റായി, ഇപ്പോൾ ലക്ഷക്കണക്കിന് ഹദീസുകളിൽ നിന്നാണ് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ 6000 അബദ്ധങ്ങൾ ഇവർ പറഞ്ഞു തന്നിട്ടല്ലാന്നും കൂടെ തീർച്ചയായിട്ടും മുസ്ലിം പണ്ഡിതന്മാരാണ് ഈ അബദ്ധങ്ങൾ കണ്ടെത്തുന്നതും. ഇപ്പോൾ ഹദീസിനെ സ്വഹീഹും ദഈഫും ഹസനും മൗദൂഉം ആക്കിയത് ജബ്ബാർ മാഷോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ് മുസ്ലിംസോ അതിൽ പ്രശ്നമുണ്ട് അവകാശപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ഹദീസിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇത് മുഹദ്ദിസുകൾ അല്ലെങ്കിൽ ഹദീസിനെ സ്വീകരിക്കുന്ന ആൾ, ഹദീസിനെ ശേഖരിച്ച ആളുകളാണ് ഇതിനെ ക്രൈറ്റീരിയസ് ആയിട്ട് തിരിക്കുന്നത്. ആ പ്രമാണങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ സ്പെൻഡ് ചെയ്ത ആളുകളാണ് പറയുന്നത് സീറ ഇവിടെയാണ് നിൽക്കേണ്ടത്, ഹദീസ് ഇവിടെയാണ് നിൽക്കേണ്ടത്, ഹദീസിലെ ഇത്ര ഹൈറാർക്കികളുണ്ട്, അതിൽ ഇത് മുന്നിൽ ഇത് താഴെ എന്നൊക്കെ പറഞ്ഞാൽ അതിനുവേണ്ടി പണിയെടുത്ത ആളുകളാണ്. അപ്പോൾ മുസ്ലിങ്ങൾ ആവശ്യമാണിത് ഏറ്റവും ശരിയായ രീതിയിൽ ശേഖരിക്കുക എന്നുള്ളത്. മുസ്ലിങ്ങളത് ശേഖരിച്ചതിന് ശേഷം മുസ്ലിങ്ങളത് പറയുന്നു ഇതാണ് മുന്നിൽ എന്നുള്ളത്. അപ്പോൾ ഇവരും എന്ന് പറയാണ് അല്ല അങ്ങനെയൊന്നുമല്ല, എല്ലാം മൗദൂആയ ഹദീസ് ആണെങ്കിലും ദഈഫായ ഹദീസ് ആണെങ്കിലും സീറ ആണെങ്കിലും ഒക്കെ ഖുർആന് മുകളിൽ വെക്കാം അല്ലെങ്കിൽ ഹദീസിന് മുകളിൽ വെക്കാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെയാണ്. മാത്രമല്ല ഇതിൽ നേരത്തെ പറഞ്ഞില്ല ഈ കമ്പൈൽ ചെയ്യുക പരമാവധി ഇൻഫർമേഷൻസ്, ചില പണ്ഡിതന്മാരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ലഈഫായ ഹദീസുകളുടെ സമാഹാരം. അപ്പോൾ ലഈഫായ സ്വഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ സ്വഹീഹായ ഹദീസുകളുടെ സമാഹാരം, ഇതേപോലെ ലഈഫായ ഹദീസുകളുടെ സമാഹാരം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥങ്ങൾ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ മാക്സിമം ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, ഗ്യാദർ ചെയ്ത് വെക്കുക. കാരണം അവരുടെ കാലശേഷം ഇതൊരു പക്ഷേ ഒതന്റിക് ആണെങ്കിൽ ആ കാലഘട്ടത്തിൽ അവർക്കത് ലൈഫാണെന്ന് തോന്നിയത് കൊണ്ട് പിൽക്കാലക്കാർക്ക് അത് എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും എന്ത് ചെയ്യണം അവിടെ പിന്നെ സൂക്ഷിച്ചു വെക്കണം, സൂക്ഷ്മതയുടെ ഭാഗം. അപ്പോൾ എന്നിട്ട് പറയണത് ഇത് ലൈഫാണ്, ഇന്ന പരമ്പരകൾ അതിൽ ഇന്ന ആളുകൾ ഉള്ളത് കൊണ്ട്. പിന്നെ നമുക്ക് പിന്നീട് മനസ്സിലാവുകയാണ് ആ ആളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ചരിത്രപരമായി ഇന്ന ഒരു വിഷയമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒതന്റിസിറ്റി നമുക്ക് പിന്നെയും വെരിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഏത് സമയത്തും വെരിഫൈ ചെയ്യാൻ പറ്റുന്ന അത്രയും സ്ട്രിക്റ്റ് ആയ പിന്നെ ഒതന്റിസിറ്റി അത് വെരിഫൈ ചെയ്യാൻ ഹദീസിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത്രയും. ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇസ്ലാമിനോട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഉള്ളിലല്ലാതെ ചിന്തിക്കുന്ന ആളുകളോട്, ഇപ്പോൾ നമ്മൾ പല ചരിത്രവും പറയാറുണ്ട്. ഇപ്പോൾ ഗാന്ധിജി ഇന്ന കാര്യം ചെയ്തു, വട്ടമേശ സമ്മേളനത്തിൽ പോയി ഇന്ന കാര്യം പറഞ്ഞു. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ ഒരാൾ ഇന്ന റിപ്പോർട്ട് ചെയ്തു, ഇത് മാത്രമേ ഉള്ളത്. എന്നാൽ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം
റസൂൽ അത് ചെയ്യുന്നത് ഇന്നയാൾ കേട്ടു, Yes. അയാൾ ഇന്നയാളോട് പറഞ്ഞു, അയാൾ ഇന്നയാളോട് പറഞ്ഞു, അയാൾ ഇന്നയാളോട് പറഞ്ഞു. ഇതിലൊരാളും ഒരാളും ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, അൺനോൺ ആവാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. ഏതുവരെ ചോദിച്ചാൽ പല ഹദീസ് പണ്ഡിതന്മാരും അവര് പല ആളുകളെയും ഇപ്പൊ ഈ ഹദീസിന്റെ റാവിമാർ എന്ന് പറയും, ആ റാവിമാരിൽ ആരെങ്കിലുമൊക്കെ പിന്നെ മോശമായി ഒരു ജീവിയോട് മോശമായി പെരുമാറുന്നത് കണ്ടാൽ, Yes, yes. അല്ലെങ്കിൽ ഒരു വലിയ നിർദോഷകരമായിട്ടുള്ള എന്തെങ്കിലും നുണ പറയുന്നത് കണ്ടാൽ, അപ്പോൾ എന്ത് ചെയ്യാണ്, അയാൾ വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്, അല്ലെങ്കിൽ ഇയാൾ മാന്യത ഇല്ലാത്തവനാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അത് വലിയൊരു വിഷയമായിരിക്കില്ല, പക്ഷെ എന്നിട്ട് പോലും ആ റാവിയെ സംശയത്തിൽ നിന്നിട്ട് അതുകൊണ്ട് ഈ കാര്യം പൂർണ്ണമായി ഒതന്റിക് ആയിട്ട് മനസ്സിലാക്കാം. അത്രയും റിഫൈൻഡ് ആണെന്നോ. അതെ, തീർച്ചയായിട്ടും. ചില ഇതിനിടയിലുള്ള ചില കണ്ണികളിൽ പ്രായമായ അവസ്ഥയിൽ ഓർമ്മ നഷ്ടപ്പെടാനുള്ള സാധ്യത അതൊക്കെ പരിഗണിച്ചിട്ട് പോലും മാറ്റിവെക്കുന്ന ഹദീസുകൾ. മാത്രമല്ല ഇതിപ്പോ ഞാൻ ഒരു റാവി ഇങ്ങനെ പരിശോധിച്ചപ്പോൾ അപ്പോൾ അതിൽ കാണുന്നത് വെച്ചാൽ ഒരാള് പിന്നെ അയാൾ ആദ്യം മദീനയിലായിരുന്നു, പിന്നീട് ഇറാഖിലേക്ക് പോയി, ഇറാഖിന് പിന്നെ ബസറയിലേക്ക് പോയി. അപ്പോൾ ഈ ബസറയിലേക്ക് പോയതിനു ശേഷം ഇദ്ദേഹത്തിന് ഓർമ്മക്ക് ചെറിയ പിന്നെ പ്രശ്നം പറ്റിയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇയാളുടെ ബസറയിൽ എത്തിയതിനു ശേഷം ഇയാളുടെ റിപ്പോർട്ടുകൾ സ്വീകരിക്കാൻ പറ്റില്ല. ഒന്നാലോചിച്ച് നോക്കി, ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? മുഹമ്മദ് നബിയുടെ ജീവിതത്തെ കുറിച്ചല്ല, ഈ ഹദീസിന്റെ റാവിമാരിൽ ഒരാളായി ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതുകൊണ്ട് അയാളുടെ ജീവചരിത്രം പഠിച്ചുകൊണ്ട് ബസറയിൽ എത്തിയതിനു ശേഷം ഇയാളുടെ ഓർമ്മക്ക് ചെറിയ പ്രശ്നം സംഭവിച്ചു, അതുകൊണ്ട് ബസറയിൽ ഇന്ന കാലഘട്ടത്തിലാണ് എത്തിയത്, അതുകൊണ്ട് അതിനുശേഷം എന്ത് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുഹദ്ദിസുകൾക്കാണെങ്കിലോ അല്ലെങ്കിൽ ഈ ഹദീസിനെ പിന്നീട് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം കാറ്റഗറൈസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലൊക്കെ അവർക്ക് ഇസ്ലാമിനെ ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർ മുന്നിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതല്ല, ഇസ്ലാമിനെ ശരിയായ രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹം. കാരണം ഇപ്പോൾ നമ്മൾ വിശ്വാസികൾക്കിടയിൽ തന്നെ ചില ദുഈഫായ ഹദീസുകൾ ചിലപ്പോൾ പ്രചരിപ്പിക്കാറുണ്ട്. നല്ല കണ്ടന്റുള്ള അതേ കണ്ടന്റുള്ള വേറെ ഹദീസുകളും ഉണ്ടാവും, പക്ഷെ അതിൻ്റെ മനോഹരമായ കുറച്ചും കൂടെ സാഹിത്യമൊക്കെയുള്ള രൂപങ്ങൾ പലപ്പോഴും പ്രചരിക്കാറുണ്ട്. ആ പല റിപ്പോർട്ടുകളും പല പണ്ഡിതന്മാരും ദുഈഫാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം അതിനർത്ഥം ഇതിന്റെ ഭംഗിയുണ്ട് അതുകൊണ്ട് സ്വഹീഹാക്കാം അല്ല. എത്ര ഭംഗിയുള്ള ഹദീസാണെങ്കിലും അതിന് സനദിലോ മത്തിനിലോ ഏതെങ്കിലും തരത്തിലുള്ള സനദ് മത്തിന് എന്നൊക്കെ പറയുമ്പോൾ മത്തിന് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ കണ്ടന്റ് ആണ്, ടെക്സ്റ്റ് ആണ്, അത് ആശയം. അതേപോലെ സനദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു പരമ്പര. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് എത്ര ഭംഗിയുള്ള ഹദീസ് ആയിക്കോട്ടെ അതിന് മാറ്റിവെക്കുന്നുള്ളതാണ്. അഥവാ ഇസ്ലാമിനെ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടല്ല ഈ റിഫൈനിങ് പ്രോസസ് നടത്തിയത്, നേരെ മറിച്ച് ഇസ്ലാമിനെ ഏറ്റവും ശരിയായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കൂടി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാം വിമർശകരോട് മാത്രമല്ല, പൊതുവിൽ തന്നെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളോട്, അത് മുസ്ലിങ്ങളാവട്ടെ അല്ലാത്തവരാകട്ടെ, മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ പ്രമാണങ്ങൾ അള്ളാഹുവിൻ്റെ വഹിയാണ്, വഹി മുഖേന വന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിവ്യ സന്ദേശങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമുക്കറിയാം വിശുദ്ധ ഖുർആൻ, അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. എന്നാൽ അതേസമയത്ത് ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസ് വഹിയാണ്, എന്നാൽ അത് റസൂലിൻ്റെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ ഒതന്റിസിറ്റി വെരിഫൈ ചെയ്തതാണ് സ്വഹീഹായ ഹദീസുകൾ എന്ന് പറയുന്നത്. അത് അള്ളാഹുവിൻ്റെ വാചകങ്ങളല്ല, മറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെന്നുള്ളതാണ്. അള്ളാഹു പ്രവാചകന് കൊടുത്ത നിർദ്ദേശങ്ങൾ അത് പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെന്നുള്ളത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു ദിവ്യ സന്ദേശങ്ങളാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും അത് ഇസ്ലാമിൽ അൺകണ്ടീഷണലി പ്രമാണമാണ്, യാതൊരു സംശയമില്ല. എന്നാൽ അതേ സമയത്ത് അതിനെ വിശദീകരിക്കുമ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ടുകളിൽ പിന്നെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ചില ആളുകൾക്ക്, ചില പണ്ഡിതന്മാർക്ക് ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കിട്ടിയിട്ടുണ്ടാവില്ല, അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ ചിലപ്പോൾ ദുർബലമായത് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അങ്ങനെയൊക്കെ അബദ്ധങ്ങൾ എല്ലാവർക്കും സംഭവിക്കാം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ രണ്ട് പ്രമാണങ്ങളാണ് ഏറ്റവും അടിസ്ഥാന പ്രമാണങ്ങൾ. പിന്നെ ഇസ്ലാമിലെ പ്രമാണങ്ങൾ നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കുമ്പോൾ അതിലേക്ക് രണ്ടെണ്ണം കൂടെ പിന്നീട് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കും, ഇജ്മാഉം അതേപോലെ തന്നെ ഖിയാസും. ഇജ്മാ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഒരു വിഷയത്തിൽ ഏകോപിച്ചു, അഥവാ ഈ രണ്ട് ദിവ്യമായ രണ്ട് പ്രമാണങ്ങളിലും കാണാത്ത വിഷയങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ വരികയാണെങ്കിൽ പണ്ഡിതന്മാർ ഏകോപിച്ച് ഒരഭിപ്രായം, ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഏകോപനം ഉണ്ടാവണം. ഏകോപനം ഇല്ലെങ്കിൽ അവിടെ രണ്ട് അഭിപ്രായങ്ങൾ വന്നു, ആ രണ്ട് അഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയാണെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്ക് സ്വീകരിക്കാം. ഏകോപനം ഉണ്ടെങ്കിൽ അതും ഇസ്ലാമിൽ പ്രമാണമാണ്. ഖിയാസ് എന്ന് പറയുമ്പോൾ അനാലജിക്കൽ റീസണിങ്, മുന്നേയുള്ള ഒരു വിഷയത്തിലേക്ക് താരതമ്യം ചെയ്തുകൊണ്ട് ഒരു വിഷയത്തിൽ അഭിപ്രായം കണ്ടെത്താനുള്ള വിഷയമാണ്. ഇത് നാലുമാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് അടിസ്ഥാന പ്രമാണങ്ങൾ. അതിൽ തന്നെ ദിവ്യം എന്ന് പറഞ്ഞാൽ ഇജ്മാഉം ഖിയാസും ദിവ്യമല്ല. ദിവ്യം എന്ന് പറഞ്ഞാൽ അത് ഖുർആനും ഹദീസുമാണ്, അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകളുമാണ്, അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറയാം. സ്വഹീഹായ ഹദീസിന് നമുക്ക് സുന്നത്ത് എന്ന് പറയാം. അതാണ് ഇസ്ലാമിലെ പ്രമാണം എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല റസൂലിനെ പിന്നെ ഇമാം മാലിക് പറഞ്ഞൊരു വാചകം വളരെ പ്രസക്തമാണ്. വെച്ചാൽ ഇമാം മാലിക് റഹ്മുല്ല റസൂലിൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടേതല്ലാത്ത മറ്റാരുടെ വാചകങ്ങളിലും എന്തുണ്ടാകും, തള്ളാനും അതുപോലെ തന്നെ കൊള്ളാനും ഉള്ളതുണ്ടാകും. എന്ന് വെച്ചാൽ റസൂലിൻ്റെ ജീവിതത്തിൽ ഒന്നും തള്ളാനുള്ളതില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പിന്നെ തഫ്സീറുകളിൽ അത് എഴുതുന്ന ആളുകൾ അവർ ദുർബലമായിട്ടുള്ള ഏതെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ ആ ദുർബലമായ കണ്ണി നമുക്ക് മനസ്സിലായാൽ അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രമാണമായി മനസ്സിലായി. അപ്പോൾ ഇതാണ് പൊതുവിൽ ഇത്തരം വിമർശകരായ ആളുകൾ, അവർ നേരെ പോയിട്ട് എന്ത് ചെയ്യണം, സീറ എടുക്കണം. അത് ആ സീറയിൽ തന്നെ ചിലപ്പോൾ എന്തുണ്ടാവും, നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ ഇന്ന ആള് ദുർബലനാണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ പോലും എന്ത് ചെയ്യാണ് ഇവർ, അതാ കണ്ട സീറയിലുണ്ട്, അല്ലെ ഇബ്നു ഹിഷാം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇബ്നു സഅദ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന തഫ്സീർ. അപ്പോൾ തഫ്സീറുകളും സീറകളുമെല്ലാം വളരെ മാക്സിമം ഒതന്റിസിറ്റി വെരിഫൈ ചെയ്തതാണ്. എന്നാൽ അതേ സമയത്ത് അതിലും ദുർബലമായതുണ്ടാകാം എന്നുള്ളത് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാതെയാണ് വിമർശിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം ദുർബലമായതാണോ അതൊന്നും ഞങ്ങൾക്ക് നോക്കേണ്ടതില്ല. ഇസ്ലാമിക് ലിറ്ററേച്ചറിലുണ്ട്, സീറയിലുണ്ട്, തഫ്സീറുണ്ട്. അത് നിങ്ങൾ ഞങ്ങൾ നുണയും പറയും, ഞങ്ങൾക്ക് അബദ്ധങ്ങൾ എരകളായിക്കൊണ്ട് ഇട്ട് തരും എന്നൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ആവർത്തിക്കാനുള്ള എന്താ വെച്ചാൽ, അള്ളാഹുവിന്റെ ദിവ്യമായ വചനങ്ങളിൽ ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല. ഖുർആനിലും സ്വഹീഹായ ഹദീസിലും സുന്നത്തിലും, ഖുർആനിലും സുന്നത്തിലും ഒരു തരത്തിലുള്ള അബദ്ധങ്ങളും ഇല്ല. അതിൽ ഒന്നും തള്ളാനുള്ളതില്ല. അതാണ് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളിലും ഒറ്റൊന്നുപോലും മാറ്റിവെക്കാനുള്ളതില്ല, തള്ളാനുള്ളതില്ല. എന്നാൽ അതേ സമയത്ത് ദുർബലമായിട്ടുള്ള റിപ്പോർട്ടുകൾ അത് ഒരുപക്ഷെ പിന്നെ തഫ്സീറുകളിലോ സിറകളിലോ സംഭവിച്ചേക്കാം. അത് ദുർബലമാണെന്ന് മനസ്സിലായാൽ അതൊരിക്കലും എന്തില്ല, ഇസ്ലാമിൽ പ്രമാണമാവുകയില്ല എന്നുള്ളതാണ് ഇത്തരക്കാരായ ആളുകളോട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതായാലും നുണകൾ പറയും എന്ന് പോലും ഡിസ്ക്ലെയിമർ വെച്ച ആളുകൾ അവർ ഇത്തരം കാര്യങ്ങൾ വെരിഫൈ ചെയ്യും എന്ന കാര്യത്തിൽ, അത് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവരുടെ വിമർശനങ്ങളുടെ ഏകദേശം ഒരു 70% ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദുർബലമായ റിപ്പോർട്ടുകൾ ഏതെങ്കിലും തഫ്സീറുകളിൽ ഉണ്ട് എന്നുള്ളത്. ഇപ്പം ഇമാം വാഹിദിയുടെ തഫ്സീറൊക്കെ ഒരു വിഷയത്തിൽ കൊണ്ടുവന്നിരുന്നു. യഥാർത്ഥത്തിൽ വാഹിദി ഏറ്റവും മികച്ച വർക്ക് ചെയ്ത ഒരാളാണ്. പക്ഷേ പണ്ഡിതന്മാരെ തന്നെ പറയുന്നത് വെച്ചാൽ വാഹിദിക്ക് ഇസ്നാദിന്റെ അതിന്റെ ഇല്ലത്തുകൾ മനസ്സിലാക്കുന്ന വിഷയത്തിൽ ചെറിയ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില റിപ്പോർട്ടുകളൊക്കെ എടുത്തിട്ട് ഇന്ന സംഭവങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇബ്നു ഹിഷാമിന്റെ സീറയിൽ നിന്ന് ആ രൂപത്തിലൊക്കെയാണ് പലപ്പോഴും വിമർശനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ആ ഒതന്റിസിറ്റി ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം പൊളിയാവുന്ന വിമർശനങ്ങളാണ്. ഏകദേശം 70% ബാക്കിയുള്ളതിലാകട്ടെ ഈ പറഞ്ഞ അബദ്ധങ്ങൾ മനഃപൂർവ്വം വരുത്തിയതും കൂടി ആയതുകൊണ്ട് അങ്ങനെ ആണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ആ ഒരു പ്രതിസന്ധി കൂടി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. ഇത് പ്രധാനമായിട്ട് നമ്മൾ ഇത് കേൾക്കുന്ന ആളുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവർ തിരുത്തുമെന്ന ഒരു പ്രതീക്ഷയും നമ്മളെ സംബന്ധിച്ചില്ല. കാരണം നമ്മളത് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമല്ല. ഒരു പരിധിക്കപ്പുറം ഒരാൾ നിന്ന് ഡെലിബറേറ്റ്ലി ഉള്ള നുണകളും തെറ്റുകളും നടത്തുമ്പോൾ പിന്നെ അവർ തിരുത്തും എന്നുള്ളതും അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കല്ല. ഇതൊക്കെയാണോ പ്രമാണങ്ങൾ, ശരിയാക്കണം, നിങ്ങൾ നേരെ നോക്കണം, അതല്ല. കാരണം നമുക്ക് ആ ഒരു പ്രതീക്ഷ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് തവണ കാണുമ്പോൾ ഒരു മനുഷ്യൻ അർത്ഥത്തിൽ നമുക്കത് മനസ്സിലാവുമല്ലോ. നേരെ മറിച്ച് ഇത് നിങ്ങൾ അഡിക്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾ ജബ്ബാർ മാഷിനോ അല്ലെങ്കിൽ ഈ നുണകൾ ഞങ്ങൾ നിരന്തരം പറയുന്ന ആരിഫിനോ ഒക്കെ നിങ്ങൾ അഡിക്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾ അവരുടെ വീഡിയോ നിരന്തരം കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ കാണുന്ന വേളയിൽ അതിലെന്തെങ്കിലും ശരികളുണ്ടെന്ന് നിങ്ങൾ എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ നിങ്ങളോടാണ് ഞങ്ങൾ പറയുന്നത് ഇതാണ് ഇസ്ലാമിൻ്റെ പ്രമാണം, ഇങ്ങനെയാണ് അത് സ്വീകരിക്കേണ്ടത്, അത് ഈ തരത്തിലൊക്കെയാണ് ക്രൈറ്റീരിയാസ് ഉള്ളത്. പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥകൾ ഇതൊക്കെയാണ്. അവർ ഈ തരത്തിലാണ് ഈ വിഷയങ്ങൾ ഡീൽ ചെയ്യുന്നത്. അവർക്ക് നുണ പറയുന്നുള്ളതും നുണകൾ മറ്റുള്ളവർ പിടിക്കുന്നുള്ളതും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് പലതരത്തിൽ സർക്കാസ്റ്റിക് ആയിട്ടും അല്ലാതെയൊക്കെ കടന്നുകൂറുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നുണകൾ പറയുന്നുള്ളൊരു കാര്യത്തിലേക്ക് അവർ എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അത് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളായി നമ്മൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ അത് എടുത്തുകൊണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ ഒറ്റ കാര്യം മാത്രം ചോദിക്കാനുള്ളത്, ഇവർ ഉദ്ധരിക്കുന്ന ഏതെങ്കിലും വിമർശനങ്ങളിൽ ഈ സനദിൽ ഇന്ന ദുർബലതകൾ ഉണ്ട് എന്നറിഞ്ഞാൽ ഇവർ തിരുത്തുമോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ലിസ്റ്റ് തരാം. അപ്പോൾ അത്രത്തോളം ഇവർ ദുർബലമായ ഹദീസുകളും ദുർബലമായ റിപ്പോർട്ടുകളാണ് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ദുർബലമായതെന്ന് പറയണ്ട, എക്സ്പ്ലിസിറ്റായ കളവുകൾ പോലും തിരുത്താത്ത ആളുകളാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഈ വിമർശനങ്ങളുടെ പൊതുവായ രീതി ഒന്ന് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഏതായാലും തഫ്സീറുകൾ അവലംബമാക്കണം. ഏതൊരു വിഷയത്തെ ഖുർആനെ കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സബബുൻ നുസൂൽ നമ്മൾ അടിസ്ഥാനമാക്കണം. തഫ്സീറുകൾ തീർച്ചയായും നമ്മൾ റെഫർ ചെയ്യണം. അതേപോലെ തന്നെ റസൂലിൻ്റെ ജീവിതത്തെക്കുറിച്ചറിയാൻ സീറ നമ്മൾ പഠിക്കണം, യാതൊരു സംശയമില്ല. എന്നാൽ അതേ സമയത്ത് അതിലേതെങ്കിലും ദുർബലമായതുണ്ട് എന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ വന്നിട്ട് പറയല്ല, ഇത് ഓൾറെഡി ഈ വർക്ക്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. വളരെ ക്ലിയർ ആയിക്കൊണ്ട് തന്നെ ഏതാണ് സ്വഹീഹ് ഏതാണ് ലൊയീഫ് എന്നുള്ളതൊക്കെ വേർതിരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ വായിക്കുന്നതിൽ ഏതെങ്കിലും ലൊയീഫ് ആയതുണ്ടെന്ന് പറഞ്ഞാൽ അത് ലൊയീഫാണ്, അതിന് ആധികാരികത ഇല്ല എന്ന് മനസ്സിലാക്കി അത് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഗുണകാംക്ഷയോടുകൂടി പറയാനുള്ളത്. ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റ് വിഷയങ്ങളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.